ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുളിയിഞ്ചിയാണ്. അത് ഓണക്കല്ലേ വരുന്നേ. ഞാൻ മുമ്പേ പിന്നെ ഉണ്ടാക്കുന്നത് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് കാണിച്ചു തരാം. ഒരു 4 ഇഞ്ചി, ഇത് വലിയൊരു ഇഞ്ചി, അത് 4 കഷ്ണമായിട്ട് മുറിച്ച്, കുറച്ച് പച്ചമുളക്, അത് തോല് കളഞ്ഞ് നുറുക്കി. അതിൽ പിന്നെ ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും അത് വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാനത് നുറുക്കിയിട്ടൊക്കെ വരാം, ചെറുതാക്കി നുറുക്കിയിട്ട് വരാം. ഇഞ്ചിയൊക്കെ തോല് കളഞ്ഞ് ഇനി അത് ചെറുതാക്കി നുറുക്കണം. പച്ചമുളകും നുറുക്കിയിട്ട് ചെറുതാക്കി നുറുക്കിയിട്ട് നമുക്ക് കാണാം. നമുക്കിത് ചെറുതാക്കി നുറുക്കാം. ഇഞ്ചിമ്പുളി എന്നാണ് ഞങ്ങൾ പറയുക അതിന്. ഓണത്തിനൊക്കെ എല്ലാവരും ഇത് എല്ലാ വീട്ടിലും ഇത് ഉണ്ടാക്കും. അപ്പോൾ അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല, അറിയാത്ത പല കുട്ടികളും ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് ചെയ്തൊക്കെ വേണ്ടിയിട്ടാണ് അത് ഇടുന്നത്. ഇഞ്ചിനെ ചെറുതാക്കി നുറുക്കണം. ഇതപ്പോൾ ഒക്കെ നുറുക്കി വെച്ചു. വേപ്പില, പച്ചമുളക്, ഇഞ്ചി ഒക്കെ നുറുക്കി വെച്ചു. ഇത്ര പുളി ഞങ്ങൾ വെള്ളത്തിലിട്ടിട്ടുണ്ട്, കുതിരാട്ടതാണ്. അതിനി പിഴിഞ്ഞ് അതിൻ്റെ പുളി വെള്ള ചട്ടിയിൽ ഇട്ടിട്ട് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇടുന്നത് നമുക്ക് കാണാം. പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ പുളിവെള്ളം എടുക്കട്ടെ. ഇതപ്പോൾ അങ്ങനെ ഒരു ചട്ടി എടുത്തില്ലേ ഞങ്ങൾ, ആ ചട്ടിയിലേക്ക് ഇപ്പോൾ പുളി പിഴിഞ്ഞിട്ട് ഒരു ചട്ടിയിലേക്ക് ഇതാ. ഇതിൻ്റെ കുരുവൊന്നും വീഴാണ്ട് ഒന്നും കൂടി പിഴിയട്ടെ വെള്ളം. അപ്പോൾ അതാ പുളിയൊക്കെ പിഴിഞ്ഞ് നമുക്ക് അതിലേക്ക് ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കുക.
കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടെടുക്കുക. കുറച്ച് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നു. കല്ലുപ്പാണ്. കല്ലുപ്പാണ് ഞാൻ ഇട്ടുള്ളത്. ഇത് നമുക്കത് ഇളക്കി നല്ലോണം ഇളക്കി ഇത് ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വയ്ക്കാം. കത്തിക്കാം. അടുപ്പത്ത് വയ്ക്കാം. ഇനി നന്നായി തിളച്ച് കുറുകി വരട്ടെ. എന്നിട്ട് ബാക്കിയുള്ള ഇനി കുറച്ച് സാധനങ്ങളും കൂടി അതിൽ ചേർക്കാനുണ്ട്. കുറുകി വന്നതിന് ശേഷം നമുക്ക് കാണാം. നമുക്കതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാനുണ്ട്. ഇത് നല്ല മധുരത്തിൽ ശർക്കര ഇട്ടാൽ നല്ല രുചിയായിരിക്കും. ഞാൻ ഇവിടെ 250 ഗ്രാം ശർക്കരയാണ്. 3 അച്ച് ശർക്കര ഉണ്ട്, 250 ഗ്രാം. അത് ഇട്ടിട്ട് മധുരം നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം. മധുരം പോരങ്ങ വീണ്ടും ഇട്ട് കൊടുക്കാം. അത് ഈ ശർക്കര ഇട്ടിട്ട് ഇനി നല്ലോണം ഒന്ന് കുറുകി വരാണ്ട്. അതിങ്ങനെ നല്ല ഇതിൽ ഈ ശർക്കര ഇട്ടാൽ ഒന്നുകൂടി ലൂസാവും. പിന്നെ കുറുകി വരണം. അത് കുറുകി വന്നതിന് ശേഷം നമുക്ക് കാണാം. ഇനി നല്ലോണം ഒന്ന് കുറുകട്ടെ. ശർക്കര കലിഞ്ഞിട്ട് നന്നായി ഒന്ന് കുറുകി വരട്ടെ. പുളിയിഞ്ചിയിൽ ഇട്ടുകൊടുക്കാൻ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചിട്ടുണ്ട്. കുറച്ച് ഒരു 1/2 ടീസ്പൂണ് ഉലുവപ്പൊടി. അത് കുറുകി വന്നതിന് ശേഷം ഇട്ട് കൊടുക്കണം. അതിനത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുമ്പോൾ കാണിച്ചാൽ. അപ്പോൾ അതാ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അഴിയന്തും ഇത്തിരി കറുത്ത പുളി എടുത്തിട്ട് പുളിയിഞ്ചി ഉണ്ടാക്കേണ്ടതാണ് നല്ലത്. അത് കുറച്ച് കറുത്ത പുളിയും കുറച്ച് നല്ല പുളിയും കൂടി ഇട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറുകി വന്നു. ഇനി എനിക്ക് കുറച്ച് ഉലുവ പൊടിച്ചത് കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ചിടാൻ പാടുള്ളൂ, അധികം ഇട്ട് കൊടുത്താൽ ഒരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഉലുവ. നമുക്കത് വറവിടാം. അതൊക്കെ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ഇരുന്നിട്ട് നല്ല കട്ടായിക്കോളും. നമുക്കിത് ഇറക്കി വയ്ക്കാം. എന്നിട്ടത് വറവിടാൻ നോക്കാം. അതിലേക്ക് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. അതൊക്കെ ഇട്ടിട്ടുണ്ടോ? 2 മണി ഉലുവ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ മൂത്ത് വന്നാൽ
1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളി ഇഞ്ചിപ്പുളി എന്നും പറയും, പുളിയിഞ്ചി എന്നും പറയും. നിങ്ങളത് വീട്ടിൽ ചെയ്ത് നോക്കുക. ഇതുപോലെ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. ഓണത്തിനൊക്കെ ഉണ്ടാക്കി നോക്കുക. അറിയാത്തവരും അറിയുന്നവരും ഒക്കെ ഉണ്ടാവും. അറിയാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. നല്ല രുചിയായിരിക്കും. ഇത് ചൂടായി വരും തോറും ഇത് നല്ല കട്ടയിട്ട് വരും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ കണ്ടുപോകരുത്. ചാനൽ നിങ്ങൾ കണ്ടിട്ട് പോകരുത്. എല്ലാവരും ആ ബെല്ലൈക്കൺ ഒന്ന് ഞെക്കുക. എന്നാലാണ് ഞങ്ങളിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.